നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ജനനം മുതൽ മരണം വരെ ഒരാളുടെ വളർച്ചയ്ക്ക് പരോക്ഷമായോ പ്രത്യക്ഷമായോ പലരും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കാൽവയ്പിലും മനുഷ്യർ മാത്രമല്ല, പല പ്രാണികളും അറിഞ്ഞോ അറിയാതെയോ തുണയേകുന്നുണ്ട്. അതുപോലെ തിരിച്ചും സഹായിക്കാനും ഉപകാരം ചെയ്യാനും നാം കടമപ്പെട്ടവരാണ്. മനുഷ്യജീവിതം ഒറ്റതിരിഞ്ഞുള്ളതല്ല. ഉപകാരം എന്ന പോലെ ഉപദ്രവവും സുഖദുഃഖങ്ങളും ജീവിതയാത്രയിൽ നേരിടണം. ലക്ഷ്യമാർഗത്തിലൂടെ മനുഷ്യ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കണം. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഓരോരുത്തരുടെ ഗുണകർമ്മ സ്വഭാവങ്ങൾക്കനുസൃതമായ വർണ്ണാശ്രമങ്ങളും മറ്റും വിധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ആശ്രമത്തിലൂടെ അറിവും അനുഭവങ്ങളും സമ്പാദിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നതിനെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് പറയുന്നത്. തുടർന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഗുരുവചനം കേൾക്കാം. നിങ്ങളുടെ ഹൃദയമാണ് കോവിൽ. അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത്. നല്ല ചിന്തകളാണ് അവിടത്തേക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങൾ. നല്ല പ്രവൃത്തികളാണ് പൂജ. നല്ല വാക്കുകളാണ് കീർത്തനം. പ്രേമമാണ് നൈവേദ്യം. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ജ്വാലോഗ്ര സകലാമരാതി ഭയദ ശ്വേള കഥം വാ ത്വയാ ദൃഷ്ട കിം ചകരി ധൃത കരതലേ കിം പക്വജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധഘുട്ടിക വാകണ്ഠദേശേ ഭൃതഃ കിം തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ ജ്വാലോഗ്ര സകലാമരാതി ഭയദ ശ്വേള കഥം വാ ത്വയാ ദൃഷ്ട കിം ചകരി ധൃത കരതലേ കിം പക്വജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധഘുട്ടിക വാകണ്ഠദേശേ ഭൃതഃ കിം തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ. അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. അകവും പുറവും ഭേദമില്ലാതെ സർവത്ര സർവദാ വ്യാപിച്ച് നിലകൊള്ളുന്ന ഈശ്വരത്വമാണ് ഭഗവാന്റേത്.
അത്യന്തം ഭയപ്പെടുത്തുന്ന ജ്വാലയോടുകൂടിയതും സകല ദേവന്മാർക്കും അതിഭയത്തെ നൽകുന്നതുമായ കാളകൂട വിഷത്തെ അങ്ങെങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് ചോദിക്കുന്ന പരാഭക്തന്റെ ഭക്തിയാണ് ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 31ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഭഗവാൻ പരമശിവൻ വിഷം കുടിച്ചതിനെ പറയുന്ന ഒരു ഭാഗമാണ്. അങ്ങ് വലിയ ഉപകാരമാണ് ചെയ്തത്, ഇത് വലിയ ഉപകാരം തന്നെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പരമോപകാരകം ഇതം, ഈ ഒറ്റ കൃത്യം, അങ്ങ് ചെയ്ത ഒറ്റ കാര്യം പരമ ഉപകാരമായി തീർന്നു. ഹേ പശൂനാംപതേ, ആ ഉപകാരം അങ്ങയുടെ പശുപതി എന്നുള്ള ഭാവത്തെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നതാണ്. എന്താ കാരണം? കുക്ഷിഗതാൻ ചരാചരഗണാൻ പശ്യൻ, തൻ്റെ വയറിനുള്ളിലുള്ള ചരാചര പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി കണ്ടിട്ട്, അതുപോലെ ബാഹ്യസ്ഥിതാൻ ചരാചരഗണാൻ, പുറമേയുള്ള ചരാചര പ്രപഞ്ചത്തെ കണ്ടിട്ട് ഈ രണ്ടിനെയും രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആ വിഷം ഇറക്കിയില്ല, ഒട്ടു തുപ്പിയുമില്ല. ഇത് വലിയ ഉപകാരമായിപ്പോയി. ഈ ഒറ്റ കൃത്യം കൊണ്ട് പശുപതി ഭാവം സ്പഷ്ടമാണെന്ന് പറയുകയാണ്. ആദ്യം തന്നെ സർവദേവന്മാരും ഭയപ്പെട്ട് ഓടുന്ന തരം ഉഗ്രജ്വാലകളോടുകൂടിയ വിഷം, അതിനെയാണ് ഭഗവാൻ കൈക്കുമ്പിളിലേക്ക് എടുത്ത് കുടിച്ച് കണ്ഠത്തിൽ ഉറപ്പിച്ച് വയ്ക്കുന്നത്. അതുതന്നെ മഹാകൃപ. അത് കഴിഞ്ഞ് അത് ഇറക്കാത്തത് വയറ്റിലുള്ള സകല ചരാചര പ്രപഞ്ചത്തെയും രക്ഷിക്കാൻ, തുപ്പാത്തത് പുറമേയുള്ള സകല ചരാചര പ്രപഞ്ചത്തെയും രക്ഷിക്കാൻ. ഇതിലൂടെ അകം പുറം ഭേദമില്ലാതെ സർവത്ര സദാ സർവഥാ വ്യാപിച്ച് നിലകൊള്ളുന്ന ഈശ്വരത്വം സൂചിപ്പിക്കപ്പെടുന്നു. അകം പുറം ഭേദമില്ല, എല്ലാ പ്രപഞ്ചത്തെയും അകത്താക്കിയിരിക്കുകയാണ്. അതുപോലെ ഭഗവാന്റെ സംരക്ഷണത്തിൽ പുറത്തുമാണ്. അങ്ങനെയുള്ളതായ ചരാചര പ്രപഞ്ചമാകുന്ന ഈ സൃഷ്ടിജാലങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ഗരളം വിഷം ഗളേ നിക്ഷിപ്തം, ഗളത്തിൽ തൊണ്ടയിൽ നിക്ഷേപിച്ചു. ന ഗളിതം, വിഴുങ്ങിയില്ല. ഒട്ട് ന ഉദ്ഗീർണം, തുപ്പിയുമില്ല, ഛർദ്ദിച്ചുമില്ല. ഇതാണ് വിഷയം. ഇവിടെ സർവാമൃത്യപലായന ഔഷധമാണ്. എല്ലാ ദേവന്മാരെയും പലായനം ചെയ്യിപ്പിക്കുന്ന ഔഷധമാണ് ആ വിഷം. എന്നല്ല, അത് ഭീകരമാണ്. സർവ്വലോകത്തിൻ്റെയും നാശകാരണമാകുന്നത് കൊണ്ട് ഭീകരമാണ്. ജ്വാലാകരം, സർവ്വലോകത്തെയും ഭസ്മമാക്കും പ്രകാരം ജ്വലിക്കുന്ന ജ്വാലകളോട് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പശുപതി ഭാവം സുസ്പഷ്ടമാണെന്ന് പറയുകയാണ്. പരമോപകാരകം ന അലംബ, ഇത് തന്നെ പോരേ. ന അലംബ, ഇത് മതിയാവുന്നതല്ലേ? അവിടുത്തെ പരമോപകാരക ഭാവത്തെ കാണിക്കാൻ ഈ ഒറ്റ ദൃഷ്ടാന്തം മതിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ശിവനോട്. അത്യത്ഭുതകരമായൊരു ഭാഷയിൽ അല്ലെങ്കിൽ രീതിയിൽ ഭഗവൻ മഹിമയെ സ്തുതിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ജ്വാലോഗ്രസകലാമരാതിഭയദ ക്ഷേളക്കഥം വാ ത്വയാ ദൃഷ്ടകിഞ്ചകരേ ധൃതക്കരതലേ കിം പക്വജംബോ ഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധഗുഡികാ വാ കണ്ഠദേശേ ഭൃതഃ കിന്തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ. ഭഗവത്പാദങ്ങളുടെ ആ ഒരു കവിഭാവം ഹാലാഹല വിഷത്തെ കുടിക്കുന്ന
ശിവൻ്റെ ആ ചരിതത്തെ വിടുന്നില്ല. അതുതന്നെ വീണ്ടും അതേ വിഷയത്തെ വീണ്ടും നോക്കിക്കാണുകയാണ്. ഇവിടെ പരമശിവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലയോ പരമശിവൻ, ഭഗവാനെ അങ്ങ് പറയൂ എന്ന് പറയുകയാണ്. എന്താ പറയേണ്ടത്? എങ്ങനെയാണ് അങ്ങ് വിഷത്തെ നോക്കിക്കണ്ടത്? എങ്ങനെയാണ് നോക്കിക്കണ്ടത്? കാരണം ജ്വാലോഗ്രഹ, ആ വിഷം ജ്വാലോഗ്രഹ, ഉഗ്രമായ ജ്വാലകളോടുകൂടി സർവരെയും ഭയപ്പെടുത്തുന്ന വിധത്തിൽ ജ്വലിച്ച് നിലകൊള്ളുന്നതാണ് എന്ന് മാത്രമല്ല, സകലാമരാതിഭയദ, സകല അമരന്മാർക്കും അതിഭയത്തെ ദാനം ചെയ്യുന്നതാണ്. സകല അമരന്മാർക്കും, അമരന്മാർ ദേവന്മാർ, മരണമില്ലാത്തവർ ദേവന്മാർ, ഇപ്പം സകല ദേവന്മാർക്കും അതിഭയദ, അതിയായ ഭയത്തെ നൽകുന്നതാണ് ആ വിഷം. ക്ഷേളഹ, ക്ഷേളം വിഷം. ഇപ്പം എങ്ങനെയുള്ള വിഷമാണ്? ജ്വാലോഗ്രഹ ക്ഷേളഹ, സകലാമരാതിഭയദ ക്ഷേളഹ. അത് വിശേഷണങ്ങളാണ്. ക്ഷേളം അവിടെ വിശേഷിതമാണ്. അത്യന്ത ജ്വാലകളോടുകൂടിയതും സകല ദേവന്മാർക്കും അതിഭയത്തെ പ്രദാനം ചെയ്യുന്നതുമായ വിഷം കഥം വാ ത്വയാ ദൃഷ്ടഃ, നിന്നാൽ എങ്ങനെ കാണപ്പെട്ടു എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ കാരണം എന്ത്? ഇത് കാണുന്ന മാത്രയിൽ സകല ദേവന്മാരും പേടിച്ചോടുക ചെയ്തത്. അത് കഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുക, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. അപ്പം അങ്ങനെയുള്ളതായ ഈ വിഷം എങ്ങനെയാണ് കാണപ്പെട്ടത്? കാരണം അത് പരമശിവന് ഭയത്തെ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അത് കൈക്കുമ്പിളിലേക്ക് ആവാഹിച്ച് കുടിക്കുക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ആ വിഷത്തെ നോക്കി കണ്ടതെന്ന് ചോദിക്കുകയാണ്. പരാഭക്തൻ യാതൊരകലവും വയ്ക്കാതെ ഭഗവാനോട് സംവദിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഏതായാലും ഈ ഭാഗം അടുത്ത പ്രാവശ്യം വിസ്തൃതമായി ചിന്തിക്കാം. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഓരോ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ വാസ്തുഘടനയോട് ചേർന്ന് നിരവധിയായിട്ടുള്ള പരിവാര ദേവന്മാരെ അല്ലെങ്കിൽ ബലിക്കല്ലുകളെ കാണാം. എന്താണ് ഈ ബലിക്കല്ലുകൾ എന്ന് പലപ്പോഴും പലർക്കും ഉണ്ടാകാറുള്ള സംശയമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബലിക്കല്ലുകൾ, എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ഉത്സവങ്ങൾ, മറ്റ് വിശേഷമായിട്ടുള്ള അവസരങ്ങളിലൊക്കെ ശീവേലി, ശ്രീഭൂതബലി എന്ന തുടങ്ങിയിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ബലിക്കല്ലുകളിൽ ഹവിസ് തൂവിക്കൊണ്ടുള്ള പൂജാ സംവിധാനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പലർക്കും അറിയാത്തതും പലർക്കും സംശയമുള്ളതുമായിട്ടുള്ള കാര്യമാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിൽ ആ ദേവൻ്റെ പരിവാരങ്ങളെ മുഴുവൻ സാന്നിധ്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു ദേശത്തേക്ക് വരികയാണെന്ന് കരുതുക. നമ്മൾ പ്രധാനമന്ത്രിയെയാണ് ക്ഷണിക്കുന്നത്, പ്രധാനമന്ത്രിയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ രക്ഷാപുരുഷന്മാരായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് സഹമന്ത്രിമാരും മറ്റ് പരിവാരങ്ങളും മുഴുവൻ കൂട്ടത്തോടെ വരിക എന്ന് പറയുന്നത് സാമാന്യമായി നടക്കുന്നൊരു സംവിധാനമാണ്. അതിന് പ്രത്യേകിച്ച് അവരെയൊക്കെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടുന്നതിൻ്റെ സാഹചര്യമില്ല. ഓരോരുത്തരും പ്രധാനമന്ത്രിയോടൊപ്പം ഇവിടെ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ പ്രധാനമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പരിവാര ദേവതകൾ മുഴുവൻ, ആ ദേവൻ്റെ പരിവാരങ്ങളായിട്ടുള്ള മുഴുവൻ ദേവതകളെയും ആ ക്ഷേത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രഘടനയിൽ അവരവരുടെ സ്ഥാനങ്ങളിൽ അവരവരുടെ ചുമതലപ്പെട്ട സ്ഥാനങ്ങളിൽ അവർ സാന്നിധ്യം ചെയ്യുക എന്നുള്ളതാണ് സാമാന്യമായിട്ട് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇവരെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരിവാര പ്രതിഷ്ഠ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ബലിക്കല്ലുകൾ നമ്മൾ സ്ഥാപിക്കുന്നത്. അവരവരുടെ ബലിപീഠങ്ങൾ എന്ന അർത്ഥത്തിലാണ് അതിനെ സങ്കല്പിക്കാറുള്ളത്. ഓരോ പരിവാര ദേവതകൾക്കും ഓരോ സ്ഥാനങ്ങളാണ് ഉള്ളത്.
നമുക്കൊരു ഉദാഹരണമായിട്ടൊരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് എന്ന് കരുതുക. ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ദേവൻ്റെ ഏറ്റവും അടുത്തുള്ള പരിവാരം എന്ന് പറയുന്നത്, ദേവൻ്റെ ഏറ്റവും ചേർന്നിരിക്കുന്ന ശ്രീകോവിലിന് തൊട്ട് മുന്നിലായിട്ട് 2 പാർഷദന്മാർ, ചണ്ഡനെന്നും പ്രചണ്ഡനമെന്നുമുള്ള 2 പാർഷദന്മാർ, അല്ലെങ്കിൽ പാർഷദന്മാരെന്ന് പറഞ്ഞാൽ കാവൽക്കാർ, അല്ലെങ്കിൽ സഹായികൾ, അല്ലെങ്കിൽ പരിവാരങ്ങൾ എന്നാണ് അർത്ഥം. പാർഷദ ദേവതകൾ എന്നാണ് അവരെ പറയുക. ഏറ്റവും അകത്തായിട്ട് ചണ്ഡനും പ്രചണ്ഡനുമാണ് ഉണ്ടാവുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീകോവിലിൻ്റെ സോപാനത്തിൽ ചക്രപാണിയും ശംഖപാണിയും ഉണ്ടാവും. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പരിവാരങ്ങൾ ദേവൻ്റെ മണ്ഡപത്തിൽ വാഹനമായിട്ടുള്ള ഗരുഡൻ അല്ലെങ്കിൽ വൈനതയൻ എന്നുള്ളത് ഗരുഡൻ്റെ മറ്റൊരു പേരാണ്. ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ആവുമ്പോൾ സാമാന്യമായിട്ട് വരുന്ന പരിവാരങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രദക്ഷിണമായിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രാദി ദിക്പാലകർ, അത് ഏതൊരു ക്ഷേത്രമാണെങ്കിലും ഏത് ദേവനായാലും ഇന്ദ്രാദി ദിക്പാലകന്മാരെ ഓരോ ബലിക്കല്ലുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം കിഴക്ക് ദിക്കിൽ കാണുന്നത് ഇന്ദ്രനാണ്. അത് കഴിഞ്ഞാൽ അഗ്നികോണിൽ, കിഴക്ക് ദിക്കിൽ നിന്ന് നമ്മൾ പ്രദക്ഷിണമായിട്ട് നടന്നു വരുമ്പോൾ അഗ്നികോണിലായിട്ട് അഗ്നിയുടെ സാന്നിധ്യം, അഗ്നിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ യമനെ കാണാം. അതും കഴിഞ്ഞ് അതിനപ്പുറത്ത് നിരർതി, ഏറ്റവും പിന്നിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുണനും, അത് കഴിഞ്ഞ് പടിഞ്ഞാറ് വടക്കേ മൂലയിലായിട്ട് വായുവിനെയും, വടക്ക് ദിക്കിലായിട്ട് സോമനെയും, വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഈശാനനെയും കാണാൻ സാധിക്കും. ഇവരെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും, ഓരോ ബലിപീഠങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും. ഇതിന് പുറമെ സപ്തമാതൃക്കളെ നമുക്ക് കാണാം. വടക്ക് തെക്ക് ഭാഗത്തായിട്ട് പ്രധാനമായിട്ടുള്ള നമ്മൾ ഈ യമന് തൊട്ടരികിലായിട്ട് സപ്തമാതൃക്കളെ കാണാം. 7 മാതൃക്കളെയാണ് ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട തുടങ്ങിയിട്ടുള്ള 7 മാതൃക്കളും അവർക്ക് തുണയായിട്ട് ഗണപതിയെയും വീരഭദ്രനെയാണ് നമുക്കവിടെ കാണാം. 9 കല്ലുകൾ നിരത്തി വച്ചിരിക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അതുപോലെ മഹാവിഷ്ണു ആണെന്നുണ്ടെങ്കിൽ വിശ്വക്സേനൻ എന്ന് പറയുന്ന ദേവൻ്റെ ഏറ്റവും അടുത്ത പരിചാരകൻ എന്ന സങ്കല്പത്തിൽ ഒരു വിശ്വക്സേനൻ്റെ പ്രതിഷ്ഠ കൂടി, അത് ഏതാണ്ട് ഈശാന കോണിൽ, അതായത് കിഴക്ക് വടക്കേ മൂലയിലായിട്ട് ഒരു വിശ്വക്സേനനെയാണ് നമുക്കവിടെ കാണാൻ. വിശ്വക്സേനൻ്റെ ഒരു വിഗ്രഹം കൂടി, അതായത് ഒരു ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ആ പ്രതിഷ്ഠ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക, പരിവാരത്തെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. മന്ത്രി എന്ന് തത്തുല്യമായൊരു സ്ഥാനമാണ്. ദേവൻ്റെ തൊട്ട് അടുത്ത പരിചാരകൻ എന്ന അർത്ഥത്തിൽ നിർമാല്യധാരി എന്നാണ് ആ ദേവനെ സാമാന്യമായിട്ട് പറയുക. ഓരോ ദേവന്മാർക്കും നിർമാല്യധാരി വ്യത്യസ്തമായിരിക്കും. വിഷ്ണുവിന് വിശ്വക്സേനാണ്, ശിവന് ചണ്ഡേശ്വരനാണ്. അതുപോലെ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള നിർമാല്യധാരികളുണ്ടാകും. ഇതുപോലെ അകത്ത് ദേവഗണങ്ങളും പുറത്ത് ഭൂതഗണങ്ങളുമാണ് ഓരോ ക്ഷേത്രങ്ങളിലും ബലിക്കല്ലുകളിലായിട്ട് പരിവാരങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിട്ട് ഈ സാന്നിധ്യം ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. താരാദി പഞ്ചമനുഭിഃ പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം. ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന സന്താനഗോപാലം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായും ചങ്ങനാശ്ശേരിയുടെ പൂർവ്വചരിത്രവുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ളവർ ഏറ്റെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ചരിത്രം വ്യക്തമാക്കുന്നു. പുഴവാത് ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഓരോ അമ്മമാരും യശോദമാരാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണന്മാരാകുന്നു.
ദ്വാപരത്തിൽ അമ്പാടിയിലെ ഓരോ പരമാണുവും ഭഗവാന്റെ പാദസ്പർശത്താലും കൃഷ്ണമുരളികയുടെ നാദത്തിൽ അലിഞ്ഞും ആനന്ദത്തിൽ ആറാടിയതുപോലെ തന്നെ ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അപാരമായ ശാന്തിയിലേക്ക് നയിക്കുന്ന പുണ്യദർശനം തന്നെയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ സന്താനഗോപാലമൂർത്തി ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സന്താന സൗഭാഗ്യം തന്നെയാണ്. സന്താന സൗഭാഗ്യം തേടി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ നടത്തുവാനെത്തുന്ന ദമ്പതിമാർക്ക് ഈ ക്ഷേത്രം കാരുണ്യത്തിൻ്റെ യമുനാതീരം തന്നെയാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ ജന്മം കിട്ടുന്ന കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ഭഗവാന് മുന്നിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനെത്തുന്ന കാഴ്ച അത്രമേൽ അനുഗ്രഹീതമാകുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടു തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇരു കൈകളിലും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്ന് പറയുന്നത്. ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെ നിരന്തരമായി പിന്തുടരുന്ന എല്ലാ ദമ്പതിമാർക്കും സന്താന സൗഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസവും. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഓരോ പ്രദക്ഷിണങ്ങളും ഏതോ നിത്യമായ ശാന്തിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നു. ഇവിടെ വരുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയം ഒരു വൈകുണ്ഠ ദർശനം പോലെ തന്നെ പവിത്രമാകുന്നു. ചുണ്ടുകളിൽ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നീല സരസ്സുകളിൽ അവർ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനിലൂടെ തന്നെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ തന്നെ ജീവിച്ച് ഭഗവാനിലൂടെ തന്നെ പ്രാർത്ഥിച്ച് സാഫല്യം നേടുന്നു. ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം. താരാദി പഞ്ചമനുഭിഃ പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം. ശ്യാമസന്ധ്യയാണിനി. കണ്ണൻ്റെ നീലിമയാർന്ന പ്രകൃതിയിലേക്ക് ശാന്തിയുടെ പ്രകാശനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഓരോ നാളങ്ങളും തെളിയുന്നത് മനസ്സിൻ്റെ അന്ധകാരങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഭഗവത് പ്രകാശം തന്നെയാണ് ആത്മാവിലേക്കുള്ള പ്രകാശ വഴികളാകുന്നതും. ഇന്ദ്രിയങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മബോധങ്ങളിൽ ഭഗവത് പ്രാർത്ഥനകൾ നിറച്ച് കർമ്മവീഥികളെ ശുദ്ധവും നിത്യവും സത്യവുമാക്കുകയെന്നത് തന്നെയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്.